ഹായ് ഗൈസ്, അപ്പം നമ്മൾ കളിക്കാൻ പോകുന്ന ഗ്രാനി ചാപ്റ്റർ 2 ആണ്. എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഞാൻ 1 ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ 2 പോവുകയാണ്. അപ്പം ഇന്നത്തെ ഞാൻ ഗ്രാനിയും ഗ്രാൻഡ്പനും ഇല്ലാതെ പ്രാക്ടിക്കൽ മോഡിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം. ഞാൻ മെയിൻ ഡോർ സ്റ്റെപ്പാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് അതുപോലെ മെയിൻ ഡോർ ട്രൈ ചെയ്യാം. ഇനി നെക്സ്റ്റ് ഏത് സ്റ്റെപ്പാണ് ചെയ്യേണ്ടത് കമൻറ്റ് ചെയ്താൽ മതി. ബോട്ട് വേണോ ഹെലികോപ്റ്റർ വേണോ എന്ന്. സോ നമുക്ക് മെയിൻ ഡോറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ചെറിയ പേടിയൊക്കെയുണ്ട്, പക്ഷേ ഗ്രാനിക്ക് തണുപ്പ് ഇല്ലെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ കളിക്കുന്നു. നമ്മൾ ഏതോയും മുറിക്കാത്തോണ്ട് പൂട്ടിട്ടിരിക്കുകയാണല്ലോ. ഇച്ചിരി സ്മൂത്ത് ആക്കിയിട്ട് ഇതാണെന്ന് തോന്നുന്നു ബോട്ട്. എന്താ നടന്ന ആട് എനിക്ക് നമ്മൾക്ക് ഇങ്ങോട്ടൊന്നും വരണ്ടല്ലോ, കാരണം നമ്മൾ വേണ്ട സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. ഇവിടെ വല്ലതും ഉണ്ടാകും നോക്കാം. ഇവിടെ ഒന്നുമില്ല. ഇതാണ് നമ്മുടെ മെയിൻ ഡോർ. ഇതുവഴിയാണ് നമ്മൾ സ്റ്റെപ്പ് ആവേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ക്രോബാർ വേണം, പാഡ്ലോക്ക്, ഡോർ ഹാൻഡിൽ, പിന്നെ ചൂട് അഴിക്കുന്ന സാധനവും ഈ മിന്നൽ മാറ്റുന്ന സാധനമാണ് നമുക്കിപ്പോൾ വേണ്ടത്. സോ ഇതിന് ഇവിടെ എന്ത് വേണം? സേഫ്റ്റി. ഇവിടെ വല്ലതും ഉണ്ടാകും. ഹെലികോപ്റ്റർ അങ്ങോട്ട് ആവശ്യമില്ലല്ലോ. നമ്മളതിനെ ഹെലികോപ്റ്റർ സ്റ്റെപ്പ് അല്ലല്ലോ ചെയ്യുന്നത്. ബാത്റൂം കാലം ഉണ്ടാകും. ഇതിൻ്റെ ആവശ്യമില്ല. ഇതിനകത്താണ് നമ്മുടെ സെൻട്രീനയുടെ മോൻ താമസിക്കുന്നത്. ബുട്ടാപ്പി ചെറുക്കൻ. ഇതിനകത്ത് വല്ലതും ഉണ്ടാകുന്ന നോക്കാം. ഷുഗറില്ല, ഉണ്ടായിരിക്കും ഷുഗർ. ഇതാണ് നമ്മുടെ സെൻട്രീനയുടെ മോൻ. 4 കാല് 8 കാലിനെ പോലെ ഉണ്ട്. ഇവിടെ എന്താണ്ടുണ്ടല്ലോ ബ്രിഞ്ച്. ഇതിനകത്തല്ല നമുക്ക് ഇവിടെ കൊണ്ടുപോയി ചെയ്ത് നോക്കാം. എനിക്ക് ഏകദേശം ഐഡിയ ഒക്കെ ഉണ്ട്. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ഇതിനെപ്പറ്റി. ഗൈസ് ദേ ഇവിടെ ഇരിക്കും. നമ്മൾ എന്നിട്ട് പില്ലെന്ന് പറഞ്ഞ് പോയി. എനിക്ക് ഷൂഗറിനെടുത്ത് അവനിട്ട് 2 പേടി കൊടുത്തിട്ട് വരാം. ചാവട്ടം. മോനെ ലുറ്റു, ഇനി വാടാ. ഇങ്ങോട്ട് വന്നായിരുന്നു. ഇട്ട് സാവാ. നല്ല കാര്യം. എൻ്റെ അമ്മ. നിന്റെ അമ്മ അത് മേളിലുണ്ടല്ലോ. നല്ല ടൂറ്. ഇവിടെ എന്തോ ഉള്ളതെന്ന് നോക്കാം. നമ്മുടെ മെയിൻ ഡോർ സ്റ്റെപ്പിന് ആദ്യത്തെ സാധനം ബാറ്റിലോട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ലെറ്റ്സ് ഡ്രോ. ഇത്ര വല്ലതും ഉണ്ടാവും. നമുക്ക് ഇങ്ങോട്ടൊന്ന് ഇട്ടേക്ക്. മേലോട്ട് വന്നിട്ട് കഴിച്ചിട്ട് ആരാണത്? അതിനകത്തൊന്നുമില്ല. സെക്യൂരിറ്റി. പ്രൈസ് ഇട്ടിടുന്നെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ചെയ്യാൻ പോകുന്നത് മെയിൻ ഡോർ എസ്കേപ്പ് അല്ലേ. ഇതിന് പെട്രോളിൻ്റെ ആവശ്യമില്ല, ഓടിപ്പോയാൽ മതി. ഇവിടെ ഇതാണ് സെൻട്രീനയുടെ റൂമെന്ന് തോന്നുന്നു. സെക്യൂരിറ്റി. ഇത് ബോട്ട്. ഇത് ക്യാമറ. സാധനങ്ങളൊക്കെ നമുക്കിപ്പോൾ ഇതുവരെ മെയിൻ ഡോർ സ്റ്റെപ്പിനകത്ത് ഒറ്റ സാധനം ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് വേണം.
ലെറ്റ്സ് ഗോ. ഹെലികോപ്റ്റർ ഇട്ടിയുടെ ആവശ്യമില്ലല്ലോ നമുക്ക്. ട്രോബാർ വെക്കണം. ഇത് കൊണ്ട് താഴെ ഇവിടെ കൊണ്ട് വെക്കണ്ടേ? താഴെ ഇവിടെ കൊണ്ട് വെക്കണം ഇത്. ആ റൂമിൽ നേരെ നമ്മൾ വരത്തില്ല, വെറുതെ കഷ്ടപ്പെട്ട് പോകണ്ടേ എനിക്ക്. താഴോട്ട് വെച്ചാൽ മെയിൻ ഡോർ വഴിയിലുള്ള ഗേറ്റ് അതോ ഷോർട്ടാണ് എന്താണ്ട് താഴേക്ക് എന്താണ്ട് അത് പോവും. ഇതുകൊണ്ട് താഴെ വെട്ടുമ്പം ഒന്നെങ്കിൽ ഈ ഒരു ഗേറ്റ് പോലെ സാധനം അല്ലെങ്കിൽ ഈ ഷോർട്ട് അടിക്കുന്ന എന്താണ്ട് പോകും. നമുക്ക് നോക്കാം എന്തായാലും പോയി. അതിവിടെയാണ് ഇഷ്ടം വെക്കേണ്ടത്. എന്തുവാണ് പോയതെന്ന് ഗേറ്റ് പോലെ സാധനമായിരിക്കും പോയത്. അത് തന്നെ ഇത് വെട്ടിയാണ്. ഇതിനിപ്പം രണ്ട് വയറ് വേണ്ടേ? എനിക്കൊന്നും ഇത്ര പിടിയില്ല, ഞാൻ മറന്നുപോയി. വണ്ടി പോകുന്ന വെച്ചാണെന്ന് കേട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തായിരിക്കണം, അതായിരിക്കും ഇങ്ങോട്ട് കേട്ടുന്നത്. അതൊന്നും കാര്യമാക്കണ്ട. നമുക്ക് ലെറ്റ്സ് പ്ലേ. അതാണ് മസ്റ്റ് തുറന്നായിരുന്നല്ലോ ഇത്. നമ്മളിങ്ങോട്ട് പോകും. മേളിപ്പോൾ സ്റ്റെപ്പണ്ടി കിട്ടിയായിരുന്നു തന്നെ. നമ്മുടെ ഷൂട്ടൺ വെച്ചൊരു പണിയുണ്ട്. ട്രോബാർ കിട്ടി. അതിൽ തട്ടില്ല. ഇത് ഹെലികോപ്റ്റർ സ്റ്റെപ്പിന് വേണ്ട സൗണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. റൈസ് നമ്മളുണ്ടല്ലോ മേളിന്ന് ചാടിയില്ലേ ഏണീന്ന്, അതാണ് ഞാൻ ഈ ഞൊണ്ടുന്നത്. എൻ്റെ കാലൊടിഞ്ഞെന്ന് തോന്നുന്നു. Safety deal guys, let's go. ഇതും കൊണ്ട് എവിടെ കൊണ്ട് വെട്ടണ്ടേ? ദൈവം ഇതൊക്കെ എവിടെ കൊണ്ട് വെട്ടേണ്ടത്? എവിടെ കൊണ്ട് നമ്മൾ കട്ട് ചെയ്യണം. ഇതല്ലേ കട്ട് ചെയ്ത്. ലെറ്റ്സ് ഗോ. ട്രോബാറിൻ്റെ ആവശ്യമുണ്ട് നമുക്കിപ്പോൾ. പാഡ്ലോക്കിയും കിട്ടി ഗൈസ്. ഇനി നമുക്ക് ഡോർ ഹാൻഡിലും കൂടെ മതി. അതുകൊണ്ട് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ലെറ്റ്സ് ഗോ. ട്രോബാർ എടുത്തോണ്ട് വരാം. ലിഫ്റ്റ് വെച്ചുകൂടെ? ആദ്യം ത്രീക്ക് സൗണ്ട് ലിഫ്റ്റ്. ഇനി നമ്മൾ ഈ മെയിൻ ഡോർ സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മൾ ഈ നേരെ ബോട്ട സ്റ്റെപ്പ് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ സ്റ്റെപ്പിലേക്ക് ആയിരിക്കും പോകും. നിങ്ങൾ പറഞ്ഞാൽ മതി. അതായത് നമുക്ക് നേരെ പോവാം. നമുക്ക് ഡോർ ഹാൻഡിലും കൂടെ മതി. നേരെ മേലോട്ട് പോകണം. ഡോർ ഹാൻഡിൽ ഇവിടെ നമുക്ക് വേണ്ടേ? നമുക്കുണ്ടല്ലോ താഴെ പോയിട്ട് നമ്മൾ സെൻട്രിങ്ങളുടെ മൂന്ന് വീട് വെച്ച് ഷുഗറില്ലേ അതെടുത്തോണ്ട് വരണം. അതെടുത്തോണ്ട് നമ്മൾ മേളിൽ പോയിട്ട് എന്തൊരു ബട്ടനെ പിടിച്ച് നമ്മൾ നിർത്തണം. കിടപ്പുണ്ടോ? അതുകൊണ്ട് മേളിൽ കൊണ്ടിടാൻ നമുക്ക് ഈ വാതിൽ തുറക്കാൻ ഞാൻ മറന്നുപോയിരുന്നു. മേളിലോട്ട് നമ്മൾ ലിഫ്റ്റിൽ കൂടെ പോയപ്പോഴാണ് എണീക്കുന്നത്.
നമ്മൾ ചാടിയിട്ട് നമ്മുടെ ടിംപ്ലെയറില്ലേ അതുകൊണ്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്തുള്ള അതിൻ്റെ അടുത്ത് കയറിയ സാധനം ചങ്ങലയില്ലേ അത് നമുക്ക് വെട്ടാം. ടിംപ്ലെയർ ഇവിടെ ഇറങ്ങി ഇട്ടത് മറന്നു വരുന്നു. ഇവിടെ വേണ്ട ടിംപ്ലെയർ ഇട്ട് തന്നെ ഞാൻ മറന്നുപോയി. എവിടെയായിരുന്നു ടിംപ്ലെയർ ഇട്ടത്? അത് ഓർമ്മയുണ്ടോ? ആ അതാണ് കിടക്കുന്ന ടിംപ്ലെയർ. ട്രെയിൻ പണ്ടാണ് പിടിച്ചാണ് ട്രെയിനിൻ്റെ പോക്ക്. ട്രെയിൻ ഇവിടെയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ട്രാക്കാണ്. അതാണ് ഞാൻ പിന്നെ പുറത്തൂടെ ആയതുകൊണ്ട് നല്ലപോലെ ഒച്ചയായിട്ടു. എൻ്റെ അടുത്ത് വരെ നോക്കിയാണ് അങ്ങനെ ഒരു സാധനമല്ലേ അതാണ് നമ്മൾ പൊട്ടിക്കേണ്ടത്, കട്ട് ചെയ്യേണ്ടത്. മട്ടിസാട്ടല്ലേ എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതോ ദൈവം, ഇത് നമ്മുടെ സെൻട്രീനയുടെ ഭർത്താവ്. ഡോർ ഹാൻഡിൽ കിട്ടി, നമ്മൾ രക്ഷപ്പെട്ടു. ഇത് ഭയങ്കര സിമ്പിളാണ് ഈ ഡോർ അല്ല നമ്മൾ ഈ മെയിൻ ഡോർ സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇതാണ് വേഗം കഴിഞ്ഞത്. പിന്നെ അത് മാത്രമല്ല നമ്മൾ പ്രാക്ടിക്കൽ മോഡലായതുകൊണ്ട് ഗ്രാനും ഗ്രാൻഡ്പ ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഇത്ര ഇത്. വേണമെങ്കിൽ നമ്മളിനി അടുത്ത് അങ്ങോട്ട് ഗ്രാൻഡ്പേനെ വേണമെങ്കിൽ വെട്ടാം, നിങ്ങൾ പറഞ്ഞാൽ മതി. ലെറ്റ്സ് ഗോ. നമ്മൾ ഗ്രാനി ചാപ്റ്റർ 2 മെയിൻ ഡോർ സ്റ്റെപ്പ് കംപ്ലീറ്റഡ്. ഇരിക്കുന്ന രണ്ടെണ്ണം ഗ്രാനിയമ്മച്ചി അപ്പാ പോവാ ഞാൻ. The end. About it guys. Bye.